എന്താന്നുള്ള എല്ലാവർക്കും അറിയാൻ തോന്നുന്നില്ലേ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഇത് പുതിയൊരു ആർട്ട് ഫോമാണ്. ആ രീതിയിൽ മാത്രം കണ്ടാൽ മതി. അപ്പോൾ എൻ്റെ ഈ പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത് നിങ്ങളെ സാറിനാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോൾ ഒരാൾ സ്റ്റേജിലേക്ക് വരുമോ? എല്ലാവരും ഒന്ന് നല്ലൊരു കയ്യടി കൊടുക്കുക. സോറി. നമുക്ക് ബ്രീത്തിങ് കൺട്രോൾ ചെയ്യാൻ പറ്റൂലേ? ഡോക്ടറാണോ? നമുക്ക് ബ്രീത്തിങ് കൺട്രോൾ ചെയ്യാൻ പറ്റും, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അല്ലേ? ഇതേപോലെ നമ്മൾ ഹാർട്ട് ബീറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഡോക്ടർ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എന്റെ പൾസ് പിടിക്കാം. അപ്പൊ നമ്മളെ പൾസ് റേറ്റിന്റെ അകത്ത് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ഡോക്ടർ പറയും. ഈ ഡോക്ടർ എന്താ ചെയ്യേണ്ടത് വെച്ചാല് മാക്സിമം കിട്ടുന്ന റിയാക്ഷൻ ആൾക്ക് കൊടുക്കും. നോർമലാണ്. പൾസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പൾസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പൾസ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്ലോ ആവുന്നുണ്ട്. പൾസ് ഇല്ല. എന്താണ് എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ എന്ന് പറയും? പൾസ് ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കൂടിയായിരുന്നു. ദെൻ നന്നായിട്ട് ഡൗൺ ആയി. പിന്നെ കംപ്ലീറ്റ് സ്റ്റോപ്പായി. ആക്ച്വലി പോസിബിൾ അല്ല. പക്ഷെ ഒരു കാര്യം ചെയ്യാം. മനസ്സിൽ ഒരു മ്യൂസിക് ലൈബ്രറിയിലേക്ക് ഇങ്ങനെ കയറുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. ആ ഇമാജിനേഷൻ നല്ലോണം കൂട്ടാം. കണ്ണു കൂട്ടിയിട്ട് അവിടെ എത്തിയിട്ട് ഒരു കാസറ്റ് പ്ലേ ചെയ്യാൻ പോകുന്നു. ആ പ്ലേ ചെയ്യുന്ന പാട്ട് മനസ്സിൽ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. നല്ലോണം റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. നല്ലോണം കേൾക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അടിപൊളി അടിപൊളി. ഒരാള് ഒരു 3 ഡിജിറ്റ് നമ്പർ പറയും. ആരെങ്കിലും ഒരാൾ എണീറ്റ് നിന്നിട്ട് 139. ജസ്റ്റ് ഒരു 139. ഓക്കെ. ഈ സൈഡിൽ നിന്ന് ഒരാള് ഒരു 3 ഡിജിറ്റ് പറയാം. ഇൻഡു അടിച്ചോളൂ. ഇൻഡു. വെയിറ്റ്. ഈ സൈഡിൽ നിന്ന് ഒരാൾ ഒരു 3 ഡിജിറ്റ് നമ്പർ പറയാം. ഇനി സാറിന്റെ മനസ്സിൽ തോന്നുന്ന ഒരു ഏതെങ്കിലും സംഖ്യ ആഡോ അല്ലെങ്കിൽ ഇൻഡോ ചെയ്തോളൂ. ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഒരു 3 ഡിജിറ്റ് ഉണ്ട്. ഈസിക്കൽ ടു. ഇതൊരു പക്ക റാൻഡം ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ സെലക്ട് ചെയ്ത് വെച്ച്. സാറിന് ഒരു മൈൻഡിലേക്ക് ഞാനൊരു നമ്പർ ഇൻജക്ട് ചെയ്താണ്. ഇത് ഏതാണ് നമ്പർ എന്നുള്ളത് ഞാൻ പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സാറ് ജസ്റ്റ് ഒന്ന് മനസ്സിലിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ നമ്പറിന്റെ സ്റ്റാർട്ടിങ് ജസ്റ്റ് മനസ്സിലിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ലിപ് മൂവ്മെന്റ് വേണ്ട. ലിപ് മൂവ്മെന്റ് ഒന്നും വേണ്ട. ഡ്രൈ ആവുന്നുണ്ടോ? ഇല്ല. മൊത്തം ക്ലോസ് ചെയ്തോ? ഫാസ്റ്റ് ആവാം. 3, 4, 6 പറഞ്ഞു. അടുത്ത നമ്പർ 1, 1. അടുത്ത 2 നമ്പർ ഒപ്പരം മനസ്സിൽ വിചാരിച്ചു. കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കി. സാറ് മെമ്മറി ഇതായിട്ട് ഒരേപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നെ കൺഫ്യൂസ് ചെയ്യിക്കല്ലോ? അല്ല. സാറിന് ഒരേപോലത്തെ നമ്പർ ആണോ? ആണ്. ഓക്കെ. 0, 0. ഓക്കെ, താങ്ക് യു. പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വെക്കുക. സാറിന് ഈ കൈയിൻ്റെ പോയിന്റിലേക്ക് നോക്കുക. ഈ സെൻറ്റർ പോയിന്റിലേക്ക് നോക്കുക. ഈ കൈ അടുത്തും കോറും സാറിന് കണ്ണിന് ചെറിയൊരു ഭാരം അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ ഏത് സമയത്ത് സ്ലീപ്പ് പറയുന്ന സമയത്തും സാറ് സ്ലീപ്പിലേക്ക് പോകുന്നതാണ്. ജസ്റ്റ് റിലാക്സ് മാത്രം ചെയ്താൽ മതി. ഓക്കെ. ഇനി ഞാൻ പറയുന്ന വാക്കുകൾ മാത്രമേ ഉള്ളൂ സാറ് ശ്രദ്ധിക്കാൻ പാടുള്ളൂ. ഈ സാറിന് കുറച്ച് സമയത്തേക്ക് ഇംഗ്ലീഷ് വായിക്കാനുള്ളൊരു കഴിവ് ഞാൻ നഷ്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. സാറിന് ഈ കുറച്ച് സമയത്തേക്ക് ഇംഗ്ലീഷ് വായിക്കാൻ പറ്റില്ല.
എന്താ ചോദിച്ചാൽ ആ മനസ്സിൽ ആ വേർഡ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, മനസ്സിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എത്ര ലെറ്റർ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എത്ര ലെറ്റർ എന്നുള്ളത് 1 2 ഭയങ്കര ഫ്ലിക്കർ ചെയ്യണ്ട, ടെൻഷനെ കൊണ്ടാണ്. ടെൻഷൻ ഒന്നും വേണ്ട. 1 2 3 4 5 1 2 3 4 4 ലെറ്ററാണ്. 4 ലെറ്ററാണ്. ഫസ്റ്റ് ലെറ്റർ വന്നിട്ട് ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യുക. നമ്മളൊരു വൈറ്റ് ബോർഡിൽ ഇങ്ങനെ എഴുതിയതായിട്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കാം. വൈറ്റ് ബോർഡിൽ ബ്ലാക്കിലാണ് എഴുതുന്നതായിട്ട് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് എഴുതി കഴിഞ്ഞിട്ട് കുറച്ച് വിട്ട് നിന്നിട്ട് അത് വീണ്ടും ഒന്ന് വായിക്കുക. ആ വേർഡ് ഇങ്ങനെ വീണ്ടും വീണ്ടും വായിക്കുക, റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വായിക്കുകയാണ്. ഈച്ച് 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 ആണോ? നല്ലൊരു കയ്യടി കൊടുക്കൂ. ഓക്കെ, നീ വേറെ ഒന്ന് നോക്കണോ? ഇത് മതി അല്ലേ? ബാക്കി എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്ന നല്ല അടിച്ചുപൊളി വൈബിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കയറി ലേശം എല്ലാവരും ഒന്ന് ഡൗൺ ആക്കി അല്ലേ? ഇനി ലേശം അടിച്ചുപൊളി തന്നെ ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു.